നമുക്കൊപ്പം ചേരുന്നു ശ്രീ ജിതിൻ. അവിടെ ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ടോ? അവിടെ സൈറനുകൾ മുഴങ്ങുന്നു എന്നതാണല്ലോ ലഭിക്കുന്ന വിവരങ്ങൾ. എന്താണ് അപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ? അതെ അതെ, രാവിലെ തന്നെ സൈറണുകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പോ ബങ്കറിലായിരുന്നു. ഇപ്പൊ തിരിച്ചെത്തിയതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എവിടെയെങ്കിലും എന്തെങ്കിലും അറ്റാക്ക്, മിസൈൽ അറ്റാക്ക് ഉണ്ടാകുന്ന വിവരങ്ങളുണ്ടോ? അങ്ങനെ പൊതുവിൽ സേഫാണോ സിറ്റുവേഷൻ? മിസൈൽ വരുന്നുണ്ടായിരുന്നു രാവിലെ. അപ്പൊ എവിടേക്കാണ് വീണതെന്നുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടില്ല നിലവില്. ആ, ഏകദേശം ഹൈഫ ആ ഒരു ഏരിയയിൽ മിസൈൽ വീണിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അവിടെയുള്ള സുഹൃത്തുക്കളൊക്കെ വിളിച്ചപ്പോൾ അവിടെ മിസൈൽ പൊട്ടി. അതായത് അത് നിർവീര്യമാക്കിയതാണോ അത് എവിടെയെങ്കിലും ഡയറക്റ്റ് ഹിറ്റ് ആയതാണോ എന്ന് അറിയില്ല. വീടുകളൊക്കെ കുലുങ്ങി എന്ന് പറയുന്നുണ്ടായിരുന്നു. കറക്റ്റായ ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. ഈ മിസൈൽ ഹിറ്റായാൽ പോലും ഈ മിസൈൽ വരുന്നുണ്ടെങ്കിൽ അത് നേരത്തെ അറിയിക്കാൻ ഗവൺമെൻറ് പ്രത്യേക സംവിധാനമുണ്ടല്ലേ? അത്തരമൊരു അലർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നത് വലിയ അനുഗ്രഹമാണ് അല്ലേ? അതെ അതെ അതെ, മിസൈൽ വരുന്നതിന് മുമ്പ് നമ്മുടെ ഫോണിൽ ഒരു അലാറം വരും. ആ അലാറം വരുമ്പോൾ റെഡി ആയിരിക്കുക. അത് കഴിഞ്ഞ് പിന്നീട് മറ്റൊരു അലാറം വരും. ആ സമയത്ത് ബങ്കറിലേക്ക് മാറിയാൽ മതി. ഉം, ഉം, ഉം. പൊതുവിൽ മലയാളികൾ അടക്കമുള്ള ഇടമായതുകൊണ്ട് നാട്ടിലിരുന്ന് ആശങ്ക പലർക്കും ഉണ്ടാവാം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, അതെ. വസ്തുതകൾ മാത്രം നമുക്ക് പങ്കുവെച്ചാൽ മതി. എന്നിരുന്നാലും ചോദിക്കട്ടെ, അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വരണം ഈ സംഘർഷ സാഹചര്യത്തിൽ എന്ന് ആഗ്രഹിക്കുന്ന മലയാളികളൊക്കെ ഉണ്ടോ? എന്താണ് പൊതുവിലുള്ള ഒരു അവസ്ഥ? ഞാൻ എന്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ ആർക്കും തന്നെ അങ്ങനെ മടങ്ങി വരാനൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. ഉം, കാരണം ഇസ്രായേൽ, ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ഇസ്രായേൽ സേഫ് ആണ്. ഇവിടെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ഈ രാജ്യം ആദ്യമായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. യുദ്ധങ്ങൾ ഒരുപാട് കണ്ട രാജ്യമാണ്. ഇവിടെയുള്ളവർക്ക് ഇത് പരിചയമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും ആശങ്കകളൊന്നും തന്നെയില്ല. ഇവിടുത്തെ ആർമിയിലും ഇവിടുത്തെ ഗവൺമെന്റിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വിശ്വാസമുണ്ട് ഇപ്പോഴും. പുതിയ സാഹചര്യമുണ്ടായത് അമേരിക്ക കൂടി ഇറാനെതിരായ അറ്റാക്ക് ഉണ്ടായതോടുകൂടി പുതിയൊരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നതാണ്. അങ്ങനെയെങ്കിൽ എന്തായാലും അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അതിനുള്ള സജ്ജീകരണം ഒരുക്കുന്നുണ്ടാവാം. അവിടെ ജീവിതത്തിന്, നിങ്ങളുടെയൊക്കെ ജോലിക്കോ മറ്റ് പ്രവർത്തനങ്ങൾക്കോ ഒന്നും തടസ്സമുണ്ടായിട്ടില്ല ഇതുവരെ അല്ലേ? ഇവിടെ നിലവില് ഇന്നിപ്പോ പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏകദേശം അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങണ്ട എന്നുള്ള നിർദ്ദേശമുണ്ട്. ഉം, എങ്കിലും കാര്യങ്ങളൊക്കെ നോർമൽ തന്നെയാണ്. അത്യാവശ്യം റോഡിലൊക്കെ ആളുകളുണ്ട്. ഉം. സാധാരണ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങരുത് എന്ന് മാത്രം ഒരു നിർദ്ദേശമേ ഉള്ളൂ. ശരി. ജിതിൻ, അവിടുത്തെ പ്രധാനപ്പെട്ട എയർലൈനാണോ EI എന്നറിയുന്നത്? അവിടുത്തെ സർക്കാരിൻ്റെ എയർലൈൻ കമ്പനിയാണോ? അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല ആ കേട്ടോ, ആ സർക്കാരിന്റെ എയർലൈൻ കമ്പനി ആണോ എന്നുള്ളത്. ഓക്കെ ഓക്കെ, അല്ല അവരുടെ എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തു, 27 വരെ എന്നൊരു വിവരം കൂടി ലഭ്യമാവുന്നുണ്ട്. ഒരുപക്ഷെ ആ അവിടുത്തെ അ- അങ്ങനെ അലർട്ടിൻ്റെ ഒരു വിവരം ഭാഗമാവും. കേട്ടിരുന്നു. ശരിയാണ്. അതെ, അത് അലേർട്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. കാരണം ഇറാനിൽ നിന്ന് മിസൈലുകൾ 300-400 മിസൈലൊക്കെ ഒരുമിച്ചാണ് വരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണത്. ഉം, ഇന്നിപ്പോ കുറച്ച് കൂടുതലാണ് മിസൈൽ വരുന്നത്. ഉം. ഓക്കെ, അത്തരം എന്തായാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അലർട്ടുകൾ കിട്ടുന്നുണ്ടല്ലേ? നിങ്ങൾക്ക് ആ തരത്തിൽ തയ്യാറെടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട്, തീർച്ചയായും. ഉം. അതുകൊണ്ട് തന്നെയാണ് ഡയറക്റ്റ് ഹിറ്റുകൾ ഉണ്ടായാലും കാഷ്വാലിറ്റി കുറയുന്നത്. ആ, ജിതിൻ താമസിക്കുന്ന എവിടെ? ബിൽഡിങ്ങുകൾക്ക് എന്തെങ്കിലും കേട്. യെസ്, ഞാൻ ജെറുസലേമില്. ജെറുസലേമിലാണ്. ഓക്കെ ഓക്കെ. ജെറുസലേമിൽ ഹിറ്റ് ഉണ്ടായി എന്ന ചില വിവരങ്ങളൊക്കെ വന്നു, പക്ഷേ അത് തെറ്റായ വിവരമാണല്ലോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? അത് തെറ്റായ വിവരമാണ്. അങ്ങനെ ജെറുസലേമിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ജെറുസലേമിൽ ഒരുപാട് ജൂയിഷ് ആളുകൾ, റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അവര് ജെറുസലേം അധികം ടാർഗറ്റ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. കൂടുതലും തുറമുഖ നഗരമായ ഹൈഫയും ടെല്ലവീവ് പോലെയുള്ള സിറ്റിയാണ് കൂടുതൽ. ജെറുസലേം സിറ്റിയാണ്, പക്ഷെ ടെല്ലവീവിലാണല്ലോ ഇവരുടെ മൊസാദിന്റെ ആസ്ഥാനം. അതുപോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ശരി. ഈ ജിതിൻ നാട്ടിലെവിടെയാണ്? കേരളത്തിലെവിടെയാണ്? ഞാൻ കോട്ടയം. കോട്ടയം. ഓക്കെ. നാട്ടിലുള്ളവർക്ക് ആശങ്കയോടെ വിളിക്കുന്നുണ്ടോ? അങ്ങനെ അവരെല്ലാം സമാധാനപ്പെടുത്തേണ്ടി വരുന്നുണ്ടോ? ഒരു ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരുപാട് കോളുകൾ വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, ആരും ന്യൂസ് ഒന്നും കണ്ട് അധികം പേടിക്കേണ്ട. ഇവിടെ സേഫ് ആണ് എന്ന് പറയുന്നുണ്ട്. ഉം. ഇവിടെ ഉള്ളവരുടെ ബന്ധുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പേടിക്കേണ്ട. നാട്ടിലെ ന്യൂസ് കണ്ടിട്ടാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പേടിക്കുന്നത്. പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ സേഫ് ആണ്. യെസ്, എന്തായാലും എല്ലാവർക്കും, ഞങ്ങളും ആരെയും പാനിക്കാക്കുന്നില്ല, എല്ലാവർക്കും അതാണ്, അവരവിടെ സേഫാണ് നിലവിൽ. ആശങ്കപ്പെടുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവിടുത്തെ ഗവൺമെൻറ് എല്ലാവിധ പ്രൊട്ടക്ഷനും അവർക്ക് കൊടുക്കുന്നുണ്ട്. തൽക്കാലം നാട്ടിലേക്കൊന്നും മടങ്ങേണ്ടി വരുന്ന തീർച്ചയായും. സാഹചര്യമില്ല എന്നാണ് പൊതുവായ നിർദ്ദേശം. എന്തായാലും ജിതിൻ, വളരെ നന്ദി. സുരക്ഷിതനായിരിക്കൂ, ആശങ്കപ്പെടേണ്ടതില്ല. താങ്ക്